Okay, good morning to all. In the class, first lesson is over. In the class, we studied how plants grow in plenty, or how they breed, or means germination, and how farmers look after their crops. That all we studied. How they will protect the crops and all. ഇതെല്ലാം നമ്മൾ പഠിച്ചതാണ് അല്ലേ? ഹെൽത്തി ക്രോപ്സ് എങ്ങനെ ഉണ്ടാകുന്നു, അതിനെ പിന്നെ നമ്മൾ എങ്ങനെ പ്രൊട്ടക്ട് ചെയ്ത് അതിനെ സ്റ്റോർ ചെയ്ത് വെക്കുന്നു എന്നൊക്കെ ഉള്ളത്. സോ ലാസ്റ്റ് ക്ലാസ് we studied how they store the crops. First we studied how they protect means when a small plant is there, from beginning itself they will care, farmers will care for the plants. They will use fertilizers if it is necessary. They will use fertilizers, both the organic or chemical fertilizers they will use, and then they will use the pesticides if any pests attack their crops. Then after harvesting if there is weeds, weed means what? കളകള് അല്ല വേറെ പുല്ലുകളൊക്കെ അതിന്റെ ഒപ്പം മുളച്ചു വരും അല്ലെ. സോ ഇഫ് ദർ ഈസ് വീഡ്സ് they will remove the weeds. Then after harvesting, when it is time, they will harvest their crops. After harvesting, they will dry and they will store their crops in safe places. So it may not be attacked by insects or small animals like rats and all. അങ്ങനെ റാറ്റുകളും ഇൻസെക്റ്റുകളും ഒന്നും അറ്റാക്ക് ചെയ്യാത്ത രീതിയിൽ അതിനെ ഉണക്കി അതിനെ ചാക്കിലൊക്കെ കെട്ടി ഭദ്രമായിട്ട് സൂക്ഷിച്ചു വെക്കും. നിങ്ങളോടല്ലായിരുന്നോ ഞാൻ പറഞ്ഞത് ഹൗ ഫാർമേഴ്സ് ഗ്രോ ക്രോപ്സ്? ടപ്പിയോക്ക നടന്ന എങ്ങനെയാന്ന് കണ്ടുപിടിക്കാൻ പറഞ്ഞ നിങ്ങളോടല്ലായിരുന്നോ? 5th സ്റ്റാൻഡേർഡിനോടല്ലായിരുന്നോ? യെസ്, കം ഓൺ ടെൽ മീ. ഇവിടെ 1, 2, 3 people are ready. What about the others? Lakshmi Priya already said. Nayana, did you ask your neighbor how we plant and grow tapioca? Tapioca എങ്ങനെ പ്ലാന്റ് ചെയ്ത് വളർത്തി വലുതാക്കുമെന്ന് ചോദിച്ച് കണ്ടുപിടിച്ച് മനസ്സിലാക്കി വെക്കണം എന്ന് ഞാൻ 2 ആഴ്ചയായി പറയുന്നത്. Okay, Shahbaz and Shisa is ready. Shahbaz, please unmute yourself and please tell me. വേഗം അൺമ്യൂട്ട് ചെയ്തിട്ട് ചോപ്പായം പറഞ്ഞു. ഓക്കെ, ഐ വിൽ ആസ്ക് എവരിവൺ. വേഗം പറയേ. ഫെബ്രുവരി മാസത്തിലാണ് കപ്പത്തണ്ട് നടല്. ഫെബ്രുവരിയില് കപ്പ പറിക്കാറാകും. വിളവെടുപ്പ്. എന്താ ഒരാള് പറയണേ? ഷിസ, ഡോണ്ട് സേ, ലെറ്റ്സ് ഷഹബാസ്. 6 മാസം കഴിഞ്ഞ വിളവെടുപ്പ്. അതിനു മുന്നേ വിളവെടുക്കാൻ കപ്പ നട്ടാൽ മാത്രം പോരാ, ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. ഐ വാണ്ട് ടു നോ വാട്ട് ഓൾ ദ പ്രൊസീജിയേഴ്സ്. അതിന് വെണ്ണീരും ചാണകപ്പൊടിയാണ് വളം. ചാണകപ്പൊടിയും വളം ചേർക്കും, ചാണകപ്പൊടിയും ആഷും. ഓക്കെ, പറഞ്ഞോ. കറക്റ്റ്. കപ്പ എങ്ങനെയാ കുഴി കുത്തിയിട്ട് നടുവാണോ ചെയ്യുന്നത്? എങ്ങനെയാണ്? മണ്ണ് കുത്തിച്ച് നടല്. തടം എടുത്തിട്ട് മണ്ണ് കൂട്ടിയിട്ടിട്ട്. ഓക്കെ നെക്സ്റ്റ്. പിന്നെ 6 മാസം കഴിഞ്ഞ വിളവെടുപ്പ്. That you already said. What is the next procedure? What we will plant? It's a seed or leaf or root? എന്താ നടുന്നത് അതിന്റെ? Stem. Okay, very good. Next. Okay, that's all. Okay, very good. നല്ലതാണ്. ഷിസ, നിനക്ക് എന്തെങ്കിലും ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? അത്രേ ഉള്ളൂ. ഓക്കെ, here Edwin is ready. Edwin, please tell me. Shahbaz, good. ഏപ്രിൽ മാസത്തിലാണ് കപ്പ നടുന്നത്. Yes, from April. Okay. കപ്പക്കൂടം. മനസ്സിലാ സോയിൽ they will keep in a കപ്പക്കൂടം. ഓക്കെ, പറഞ്ഞോ. വേഗം നട്ടെ, സമയം പോവാ. സ്റ്റെമ്മാണ് നടുന്നത്. കപ്പയുടെ സ്റ്റെമ്മാണ് നടുന്നത്. കപ്പയുടെ സ്റ്റെമ്മാണ് നടുന്നത്. ഓക്കെ. പിന്നെ വളം കൗഡക്
ജൈവവളം ആഷ് ലീവ്സ് പിന്നെ കൗഡഗ് ജൈവവളം പറഞ്ഞോ വളം ഉപയോഗിക്കും ഓക്കെ ഇനി 6 മാസം കഴിഞ്ഞിട്ട് കപ്പ പറിക്കും ദെൻ അതിനുശേഷം അതെന്ത് ചെയ്യും നമ്മള് പച്ചക്കപ്പ നമ്മൾ കുറച്ച് ഉപയോഗിക്കും റെസ്റ്റ് വാട്ട് വി വിൽ ഡു ബാക്കി എന്ത് ചെയ്യും ഉണക്കി വെക്കും so we will dry and we'll keep it preserved for a few more months we can use it nearly 1 month ഒരു വർഷത്തോളം ഒക്കെ 1 month അല്ല 1 year നമുക്ക് ഒരു വർഷത്തോളം ഒക്കെ ഉണക്കി സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും okay good very good next Hannah are you ready okay നമ്മള് ഒരു മെയ് ഏപ്രിൽ മാസത്തില് മഴക്കാലം തുടങ്ങുമ്പോഴാണ് നടുന്നത് തടം എടുത്തിട്ട് ഈ കൗടൊക്കെ അതിനകത്തോട്ട് ഇട്ടിട്ട് ഈ കപ്പയുടെ സ്റ്റെമ്മ് നട്ടു വെക്കും very good next അതൊരു കുറേം കൂടെ ആയി കഴിയുമ്പോൾ നമ്മള് വേറെ ജൈവവളവും പൊട്ടാസ്യം ഒക്കെ ഇട്ടു അത് ഒരു 6-5 മാസം കഴിയുമ്പോഴേക്കും നമ്മളത് പറിക്കും അതിനിടയ്ക്ക് വേറൊന്നും ചെയ്യാനില്ലേ ആരും ഒന്നും പറഞ്ഞില്ല കപ്പ നട്ടു വളം ചേർത്തു പിന്നെ പറിക്കുന്ന കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ അതിനിടയ്ക്ക് വേറെ ഇച്ചിരി പണിയും കൂടി ഉണ്ട് അവിടുത്തെ കാടെല്ലാം പറിച്ചു കളയും കാട് പറിക്കണം പിന്നെ മണ്ണൊന്ന് ഇളക്കി വിടണം അല്ലേ കപ്പയ്ക്ക് കളയ്ക്കുന്ന ഒരു പരിപാടി ഉണ്ട് ഓക്കെ നെക്സ്റ്റ് പിന്നെ പറഞ്ഞു നമ്മള് പിന്നെ കപ്പ പറിച്ചിട്ട് വാട്ടിയിട്ട് ഉണക്കിയിട്ട് ചാക്കി കെട്ടി വെക്കും ഓക്കെ വെരി ഗുഡ് വി വിൽ യൂസ് ഇറ്റ് ഫോർ ഫർദർ മന്ത്സ് കുറച്ചും നാളും കൂടി യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉണക്കി സൂക്ഷിക്കും നമുക്ക് ആവശ്യമുള്ളത് നമ്മൾ അപ്പം വേണ്ടത് പറിച്ച് തിന്നും പച്ചക്ക് അത് വേവിച്ച് കഴിച്ചു പച്ചക്കപ്പ എന്ന് പറയും അല്ലെ പിന്നെ നമ്മള് ഒരു ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പൊ 6 മാസം 8 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാൽ പിന്നെ കപ്പ നമുക്ക് അത്ര നല്ലതല്ല തിന്നാൻ ഒരു ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല അപ്പൊ നമ്മൾ അതിന് മുന്നേ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു പറിച്ചിട്ട് ഡ്രൈ ചെയ്ത് സൂക്ഷിച്ചു വെക്കും ഓർമ്മ എന്ത് ദൈവം ബാക്കിയുള്ളവരൊന്നും ചോദിച്ചു മനസ്സിലാക്കിയില്ലേ ഷാഹിദ Didn't you ask your mummy? Say loudly, Muhammad. Sorry, Shahida. Say loudly. Yes. ചോദിച്ചു മനസ്സിലാക്കിയായിരുന്നോ പറഞ്ഞോ സൗമ്യ ആര് പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല നമുക്ക് ഉത്തരം കിട്ടിയാൽ മതി tell me fastly Next Muhammad Rehan you should be ready okay ഫസ്റ്റ് കപ്പ എങ്ങനെയാ നടന്നേ വലിയ JCB കൊണ്ടുവന്നിട്ട് കുഴി എടുക്കണേന്നേ എങ്ങനെയാ കുഴി എടുത്തിട്ടാണോ സാധാരണ കപ്പയ്ക്ക് നമ്മള് മണ്ണിളക്കി അത് കൂട്ടിയിട്ടിട്ടാണ് അല്ലെ കൂടം കുത്തുക എന്നൊക്കെ പറയും പിന്നെ മണ്ണ് കൂട്ടിയിട്ട് കൂമ്പാരം പോലെ 6 മാസം കഴിയുമ്പോ അപ്പൊ പറിക്കാൻ ചെല്ലുമ്പോ ഒന്നും കാണൂല 6 മാസം കഴിഞ്ഞ് പറിക്കാൻ ചെല്ലുമ്പോ കപ്പ നട്ടിട്ട് 6 മാസം കഴിഞ്ഞ് അങ്ങോട്ട് അതിന് വളമൊക്കെ ചേർക്കണം കേട്ടോ അല്ലെങ്കിൽ പിന്നെ ഒന്നും ഉണ്ടാവില്ല കാട് പറിക്കണം ചെത്തി വിടണം ഓക്കെ 6 മാസം കഴിയുമ്പത്തേനും പാകമാകും പറിച്ചിട്ട് നമുക്ക് നല്ല കപ്പ പുഴുങ്ങി തിന്നാം അല്ലെ റിഹാൻ ഓക്കെ വെരി ഗുഡ് റിഹാൻ അൺമ്യൂട്ട് ആൻഡ് ടെൽ മീ അൺമ്യൂട്ട് ചെയ്തേ മോനെ റിഹാൻ എപ്പോഴും എസ്കേപ്പ് ചെയ്യുന്ന ഒരാളാണ് അൺമ്യൂട്ട് യുവർസെൽഫ് അൺമ്യൂട്ട് ആവുന്നില്ലേ റിഹാൻ ഓക്കെ ടെൽ മീ ഹൗ ടു പ്ലാന്റ് ടപ്പിയോക്ക ഞാൻ 2 ആഴ്ചയായി പറയുന്നു ഒരാഴ്ച ആദ്യം സ്ഥലം കിളച്ചെടുക്കും പിന്നെ മൂടും സ്റ്റെമ്മ് നടും ഓക്കെ പിന്നെ വേര് നടുന്നോ കാടെല്ലാം പറിച്ചു കളയും സ്റ്റെമ്മ് നട്ടിട്ട് പിന്നെ ഒക്കെ കാടെല്ലാം പറിച്ചു കളയും പിന്നെ നെക്സ്റ്റ് എന്തോ
പറഞ്ഞ മുത്തേ. വേലി കെട്ടും. ഓക്കെ, വെരി ഗുഡ്. അത് നല്ലൊരു പോയിന്റാ. ഞാൻ പറഞ്ഞു വൈൽഡ് അനിമൽസ് അറ്റാക്ക് ചെയ്യുമെന്ന് പറഞ്ഞായിരുന്നു അല്ലേ? കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞില്ലായിരുന്നോ? സം വൈൽഡ് അനിമൽസ് വിൽ അറ്റാക്ക് അവർ ക്രോപ്സ്. സോ ഹി സെഡ് ദാറ്റ് വി വിൽ മേക്ക് എ ഫെൻസ്. വേലി കെട്ടും. വെരി ഗുഡ്. പറഞ്ഞു. നെക്സ്റ്റ്. പിന്നെ 6 മാസം വിളവെടുക്കും. 6 മാസം കഴിഞ്ഞ് വിളവെടുക്കും. പച്ചക്കം തിന്നും, പിന്നെ നമ്മൾ ഉണക്കി സൂക്ഷിക്കും അല്ലെ? പക്ഷെ ഷാഹിദ് പറഞ്ഞ പോലെ മുഹമ്മദ് റിഹാനും വളമൊന്നും ചേർക്കുന്നില്ല എന്ന് തോന്നുന്നു. വളം ചേർക്കണ്ടേ? പറഞ്ഞോ? ആ ഓക്കെ. അത് ആ ഇടയ്ക്ക് സ്റ്റക്കായി പോയ സംഭവം തോന്നുന്നു വളം അല്ലെ? ഹിയർ ഇടയ്ക്ക് ഒരു ചെറിയ പ്രോബ്ലം ഉണ്ടായിരുന്നു. മോന്റെ സൗണ്ട് കേൾക്കുന്നില്ല അതുകൊണ്ടായിരുന്നു. അപ്പൊ ഓക്കെ. ഓക്കെ, സോ ഇനി ആരൊക്കെയാ പറയാൻ വിട്ടുപോയ ആൾക്കാർ, ചോദിക്കാത്ത ആൾക്കാർ? ജോസി ജോസഫ് പറഞ്ഞിട്ടില്ല. നൈന ഈസ് റെഡി. നൈന ഞാൻ ഐ വിൽ ആസ്ക് യു ആഫ്റ്റർവേഴ്സ്. ജോസി ഇസ് നോട്ട് റെഡി. ഇല്ല. ജോസി, I will make you to write 1000 times. Adul is ready. Anupriya, are you ready to answer? No. അപ്പൊ രണ്ടുപേര് കമ്പനി ഉണ്ട്. ജോസിക്ക് കമ്പനി ആയിട്ട് ഒരാളും കൂടി ഉണ്ട്. ഇവിടെ മുഹമ്മദ് കേൾക്കുന്നുണ്ട്. ഗ്രേസ് പറഞ്ഞായിരുന്നു കഴിഞ്ഞ ദിവസം ഹൗ ടു പ്ലാന്റ് ടപ്പിയൊക്കെ. Grace will not hear at all. If I ask any questions, Grace will not hear. Okay, Muhammad Ruwaisa, do you know how to plant tapioca? Is there no light in your house? No electricity? Okay. Now you tell me, please. Do you know how to plant tapioca? Don't know. Here 1, 2, 3. Members are there. Grace, can you hear now? Grace, can you hear? Whenever I ask a question, Grace will not hear. Okay. Here, Naina is ready. Where is Naina? Naina? She has gone from. How to plant the tapioca, Naina? Naina, please come. Where did you go? Where did you go during the class? Unmute yourself and tell me how to plant tapioca. Shahid, it's class time. Don't talk to mommy. Naina, please tell me. April മാസത്തിലെ കപ്പ നടുന്നത്. Yes, we will plant the tapioca in the month of April or May. Okay, next. How to plant? കുഴിച്ചിട്ട് കപ്പേന്റെ തണ്ട് നടും. Okay, we will make a soil in a hump and we will plant with the stem. Okay. Joshi is copying from others and now he is ready, I think. I understood. പിന്നെ അത് നട്ട് കഴിയുമ്പോൾ കുറച്ച് വളം ഇട്ട് കൊടുക്കും. Okay, we will add manures. Okay. Then what manure usually we use? എന്ത് വളമാണ്? കൗഡംഗ്. Okay, കൗഡംഗ് and ash. Okay, very good. Next. പിന്നെ അതിന്റെ സൈഡിലുള്ള പുല്ലും കാടൊക്കെ പറിച്ച് കളയും. We will remove the weeds. Weeds എന്ന് പറഞ്ഞാൽ കളകള്, അതായത് extra other things, unwanted things. Okay. Next. പിന്നെ 5 മാസം കഴിയുമ്പോ വേറെ പണിയുണ്ട്. ഇട കളിക്കും. ഓക്കെ, നമുക്ക് അതിന്റെ സോയിലൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കണമെങ്കിൽ അതിന്റെ അടിയിൽ റൂട്ടിലാണ് സാധാരണ വരുന്നത് അല്ലെ? താഴെയാണ്. ശരിക്കും ഇളകി പറഞ്ഞു വരണം അല്ലെ? അപ്പൊ ഇളകി ഇതാകാൻ വേണ്ടി റൂട്ടിന് ഉള്ളിലേക്ക് ശരിക്കും പോയാലേ നന്നായിട്ട് വളരുള്ളൂ. നമ്മൾ മണ്ണൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ലൂസ് ആക്കി വരണം ലിറ്റിൽ ബിറ്റ്. ഓക്കെ, പിന്നെ നെക്സ്റ്റ്. കൊറേ കപ്പയൊക്കെ നടുന്നോണ്ട് വേലി കിട്ടും. Okay. If we are planting, no, if we have only few also, if there are wild animals like elephant or this porcupine and all is there, means we have to make a fence. അതായത് 1-2 ഇപ്പൊ കുറച്ചുള്ളെങ്കിലും നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് വൈൽഡ് അനിമൽസിന്റെ അറ്റാക്ക് ഉണ്ടെന്നൊരിക്കൽ നമ്മൾ വേലി കെട്ടണം, ഇല്ലെങ്കിൽ അത് പറിച്ചിട്ട് പോകും. ഓക്കെ, we will make a fence. Then പിന്നെ 5 മാസം 6 മാസമൊക്കെ കഴിയുമ്പോ പറിക്കും. Okay, we will. What we will eat of the tapioca? Stem or leaf or fruit? എന്താ നമ്മൾ കഴിക്കുന്നത് അതിന്റെ? മിസ്സേ കേട്ടില്ല.
ടപ്പിയോക്കയുടെ എന്താണ് നമ്മൾ കഴിക്കുന്നത്? ഫ്രൂട്ട്. 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 റൂട്ട്. ഓക്കെ, അതിന്റെ റൂട്ട് കിഴങ്ങായിട്ട് വളരും. ഓക്കെ ഓക്കെ ഓക്കെ. ഫ്രൂട്ട്. റൂട്ട് റൂട്ട് പറഞ്ഞു. അവള് റൂട്ട് എന്നാണ് പറഞ്ഞത്. ബട്ട് ഐ ഹേർഡ് ഫ്രൂട്ട്. സോറി, റൂട്ട്. പറഞ്ഞു. റൂട്ട് കഴിക്കും. പിന്നെ പറിച്ചു കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും നമ്മളത്? ഈറ്റ് ലൈക്ക് ദാറ്റ് വേ. അങ്ങനെ തന്നെ നമ്മൾ കഴിക്കും മോളെ? ഇല്ല. പിന്നെ എന്ത് ചെയ്യും? വിൽ റിമൂവ് ദ സ്കിൻ, then we'll boil it, or we will cook and then we will eat. We will not eat it as raw. പച്ചയായിട്ട് നമ്മൾ തിന്നത്തില്ല. ജസ്റ്റ് ഒരു പീസൊക്കെ നമ്മൾ വേണമെങ്കിൽ ചുമ്മാ തിന്നും എന്നല്ലാതെ നമ്മൾ അതിന്റെ സ്കിന്നെല്ലാം കളഞ്ഞ് വൃത്തിക്ക് കഴുകി, ബിക്കോസ് ഇറ്റ് ഈസ് ഇൻ ദ സോയില്, മണ്ണിലാണത് അല്ലെ. അവിടെ വെള്ള ടു വാഷ് ഇറ്റ് പ്രോപ്പർലി, വൃത്തിക്ക് കഴുകി then we will boil or we will cook it, then we will eat. Okay, if you have cultivated more, what you will do the rest? If you have cultivated more tapioca, you need only this much. What you will do the rest? ബാക്കിയുള്ളത് എന്ത് ചെയ്യും? You need we will try and keep it for the month of April, May, June, or till the next year, till we get the new tapioca. പുതിയ ടപ്പിയോക്ക ആയി പുതിയ നമുക്ക് അതിന്റെ വിളവെടുത്ത് കഴിക്കാനാവുന്നോളം വരെ ഉള്ളത് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കും അല്ലെ. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, അതുൽ ഈസ് റെഡി. അതുല് റെഡി ആണല്ലോ അല്ലെ? അതുല് വേഗം പറയും, സമയമില്ല നമുക്ക് വേസ്റ്റ് ചെയ്യാൻ വേണ്ടി. നൈന വെരി ഗുഡ്. ഓക്കെ. ഏപ്രിൽ മെയ് മാസത്തില് മണ്ണ് കൂന കൂട്ടി സ്റ്റെമ്പ് നടും. എന്നിട്ട് അവിടെയുള്ള കാടെല്ലാം പറിച്ച് കളയും. ചാരവും ജൈവവളവും ഇടും. 6 മാസം കഴിയുമ്പോ വിളവെടുക്കും. ആവശ്യമുള്ള കപ്പ എടുത്തിട്ട് ഉണക്കി ചാക്കിൽ കെട്ടിവെക്കും. ഉണക്കി കെട്ടിവെക്കും, അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവർക്ക് വിൽക്കും അല്ലെ. കടയിലൊക്കെ കൊണ്ടുപോയി വിൽക്കാറുണ്ട്. നിങ്ങൾ കടയിൽ നിന്നൊക്കെ വാങ്ങാറില്ലേ? അത് ആരെങ്കിലും ഫാർമേഴ്സ് കൾട്ടിവേറ്റ് ചെയ്യുന്നതാണ്. ഓക്കെ ഓക്കെ. ഈ ജോസ് കോപ്പി അടിച്ചുകൊണ്ട് ഞാൻ ജോസിയോട് ചോദിക്കുന്നില്ല. സോ അത്ര നമ്മൾ പഠിച്ചതാണ്. ഓക്കെ, വെരി ഗുഡ്. നമ്മളിനി നിന്നോട് ഞാൻ ചോദിക്കാമേ. നമ്മൾ പഠിച്ചു ഫാർമേഴ്സ് യൂസ് പെസ്റ്റിസൈഡ്സ് ടു കിൽ ദ പെസ്റ്റ്. നമ്മളത് പഠിച്ചതാണ്. നിങ്ങളെ ഞാൻ കാണിച്ചാണ് കീടനാശിനികളൊക്കെ ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ അല്ലെ. നിങ്ങളത് സ്ക്രീൻ ഷെയർ ചെയ്ത് കാണിച്ചതാണ് അല്ലെ. പിന്നെ നമ്മൾ പഠിച്ചു ഇപ്പൊ നമുക്ക് ആവശ്യത്തിനുള്ളത് നമ്മൾ കൃഷി ചെയ്തെടുക്കുന്നില്ല, നമുക്ക് ആവശ്യമുള്ളത് നമ്മൾ വാങ്ങും. കുറെ സാധനങ്ങൾ നമ്മൾ import from other countries and other states of India. And then how it will unmute. Those who are unmute, please unmute. Naina, please unmute. Okay. So if you are importing from other states or other countries, those things will be brought to our places by flights, cargo flights and goods train. അന്നാരെ ഗുഡ്സ് ട്രെയിനിന്റെ പേരൊക്കെ പറഞ്ഞായിരുന്നല്ലോ. സോ നമ്മൾ പറഞ്ഞായിരുന്നു വാട്ട് ഈസ് എ സ്പെഷ്യൽ ഫീച്ചർ ഓഫ് എ ഗുഡ്സ് ട്രെയിൻ? എന്താണ് ഒരു സ്പെഷ്യൽ പ്രത്യേകത? എന്താണ്? No windows and only one door will be there, and there will be no passengers, only pilots and pilots will be there. അവര് അതിന്റെ ആൾക്കാർ അങ്ങനെ ഉണ്ടാവുള്ളൂ. അതായത് അതിനധികം ആൾക്കാർ പാസഞ്ചേഴ്സ് ഒന്നുമില്ല. അതിന്റെ അത്യാവശ്യം ജോലിക്കാർ മാത്രമേ അതിലുണ്ടാവുള്ളൂ. അപ്പം അവരോരോ സ്ഥലത്തും അവരുടെ ക്രോപ്സുകൾ കൊണ്ടുവന്നിട്ട് ഇറക്കി അത് കഴിഞ്ഞാൽ അടുത്ത സ്ഥലത്തേക്ക് പോകും. അത്രേ ഉള്ളൂ. അല്ലാതെ പാസഞ്ചേഴ്സിന് എടുക്കുക എപ്പോഴൊന്നുമില്ല. ബിക്കോസ് അവരെപ്പോഴും ജനലൊക്കെ തുറന്നു വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ വെള്ളം, മഴ പെയ്തിട്ട് വെള്ളം വീഴാം, അല്ലെങ്കിൽ സ്മോൾ ഇൻസെക്ട്സ് എന്തെങ്കിലുമൊക്കെ കയറി ആ ക്രോപ്പുകളൊക്കെ നശിപ്പിക്കും. ഇനി ഇത് കൊണ്ടുവന്ന് സൂക്ഷിക്കുന്ന സ്ഥലത്തിന് പറയുന്ന പേരാണ് വെയർ ഹൗസ്. അതായത് ടെക്സ്റ്റ് ബുക്കിലൊന്നുമില്ല, ഞാൻ ജസ്റ്റ് നിങ്ങളുടെ അറിവിലേക്ക് പറയാണ്. വെയർ ഹൗസ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഇത് സ്റ്റോർ ചെയ്ത് സൂക്ഷിക്കുന്നത്. ആൻഡ് വി ഗെറ്റ് ഓൾ ദീസ് ഫുഡ് ഗ്രെയിൻസ് ഫ്രം ദ വെയർ ഹൗസ്. മനസ്സിലായോ? എല്ലാ സ്ഥലങ്ങളിലും കൊണ്ട് സൂക്ഷിക്കുന്നില്ല. അത് പ്രത്യേകമായിട്ട് ഓരോ ജില്ലയിലൊക്കെ ഓരോ ഡിസ്ട്രിക്റ്റിലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് 1, 2, 3 വെയർ ഹൗസുകളുണ്ട്. ആ സച്ച് പ്ലേസുകളിൽ സ്റ്റോറേജ് ആൻഡ് then from there they will bring to the shops
from shops, then we will buy. Okay. Then see, plants like other living things too need love and care. Plants make our world beautiful. Life on earth cannot exist without plants. This we studied that. See, we all need love and care from our others. Don't you like to be loved by your parents and friends, relatives? Don't you like? എല്ലാവർക്കും ഇഷ്ടമല്ല നിങ്ങളുടെ പേരൻസും നിങ്ങളുടെ ഫ്രണ്ട്സും ഒക്കെ നിങ്ങളെ സ്നേഹിക്കണം, നിങ്ങളെ കെയർ ചെയ്യണം എന്നൊക്കെ നിങ്ങൾക്ക് ആഗ്രഹമില്ലേ? യെസ്, everyone like, isn't it? Everybody likes to be loved and cared by parents, then your friends, your teachers, your relatives, neighbors and all. എല്ലാവർക്കും അങ്ങനെയാണ് ആഗ്രഹിക്കുന്നത്. Like the same way, plants also need a love and care from us, because we cannot live without plant. Without plant there is no life on the earth. Plant ഇല്ലാതെ നമ്മുടെ ഭൂമിയിൽ ഒരു അനിമൽസും ഒരു മനുഷ്യനും ഉണ്ടാകില്ല. അതുകൊണ്ട് തന്നെ we should care for the plants and plants. നമ്മൾ പ്ലാന്റ്സിനെ കെയർ ചെയ്യണം. നമ്മളൊരു ചുമ്മാ വെട്ടിത്തെളിച്ച് ഇങ്ങനെ എല്ലാം വെട്ടി മുറിച്ച് കളയാതെ we should plant more trees. അതുപോലെ നമ്മുടെ അഗ്രികൾച്ചറൽ പർപ്പസിനാണെങ്കിലും പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അതിന് നന്നായിട്ട് കെയർ ചെയ്യണം. നമ്മൾ പറഞ്ഞ പോലെ പെസ്റ്റ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പെസ്റ്റിസൈഡ്സ് യൂസ് ചെയ്യണം. ഫെർട്ടിലൈസേഴ്സ് ആവശ്യമാണെങ്കിൽ ഫെർട്ടിലൈസേഴ്സ് യൂസ് ചെയ്യണം. ടൈമിൽ അതിന് വേണ്ട വെള്ളമൊക്കെ ഒഴിക്കണമെങ്കിൽ അതൊക്കെ ഒഴിച്ച് വളർത്തുന്നതൊക്കെ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യണം അല്ലെ. അപ്പം we should care and love for the plants അല്ല. നമ്മൾ June 5th, on June 5th did you plant a tree on June 5th? Okay, what was the special of that day? What is that day is known as? Unmute and tell me what is special of World Environmental Day. അന്ന് നമ്മൾ പേപ്പറിലൊക്കെ കണ്ടു, ടിവിയിലൊക്കെ എത്രയോ വാർത്ത കണ്ടുവല്ലേ എല്ലാരും ട്രീ ഒക്കെ നടുന്നത്. നിങ്ങളൊക്കെ is there that tree that you planted or only for 1 or 2 days? No. ഉണ്ടല്ലോ അല്ലേ? Next year on 5th of June you should post the photo of the tree that you planted and the new tree that you are going to plant in 2021. Okay, 2020 നിങ്ങൾ പ്ലാന്റ് ചെയ്ത ട്രീയുടെ ഫോട്ടോയും 2021 നിങ്ങൾ പ്ലാന്റ് ചെയ്യാൻ പോകുന്ന ട്രീയുടെ ഫോട്ടോയും നിങ്ങൾ അന്ന് ഇടണം. ഓക്കെ, ഇന്ന് ഈ വർഷം പ്ലാന്റ് ചെയ്തത് കുറച്ച് വലുതായിട്ടുണ്ടാകും അല്ലെ. യു ഷുഡ് കെയർ ഫോർ ദാറ്റ്. During summer season you should water it. Understand? സമ്മർ സീസണിൽ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കണം. അല്ലാതെ കഴിഞ്ഞ വർഷം അന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടി മാത്രമായിരിക്കരുത് നട്ടത്. ഷഹബാസ് ഒക്കെ ഞാൻ കണ്ടു വലിയ തൂമ്പയൊക്കെ എടുത്ത് കളിക്കുന്ന കണ്ടായിരുന്നു അല്ലേ? ഷഹബാസ് അല്ലായിരുന്നു വലിയ തൂമ്പയെടുത്ത് കളിച്ചത്. അപ്പൊ ആ ട്രീ അന്ന് പ്ലാന്റ് ചെയ്തൊക്കെ ഉണ്ടോ ഷഹബാസേ? Okay, you have cow at home, isn't it? Don't you have cow at home? You have yes. So you have cow dung control. So you can add cow dung control to that tree, and next year it will grow bigger than you if you care properly. Angel, good morning. It's going to be finished our class. What happened, Angel? Angel, unmute. Okay. See, if you care for your plant, next year that plant will be bigger than you. And if you don't care for that plant, it will not grow. മനസ്സിലായി പറഞ്ഞത്? ഈ വർഷം നിങ്ങൾ നട്ട പ്ലാന്റിനെ നന്നായിട്ട് കെയർ ചെയ്ത് അടുത്ത വർഷം നിങ്ങൾ ഫോട്ടോ എടുക്കുമ്പോൾ നിങ്ങളെക്കാളും വലുതായിരിക്കും, അത്രയും വളർന്നിട്ടുണ്ടാകും. ഓക്കെ, കെയർ ചെയ്തില്ലെങ്കിൽ ആ നട്ടതുപോലെ തന്നെ ഇരിക്കും. Let us see next year's photo. Okay, so shall we find out the answers? Take your pencils. No need pencil need. Don't write with the pen in the textbook. Take that pencil. Take that. Okay, afterwards keep it there. Okay, so yes. New lesson? No, first lesson. First lesson's answers. Page number 161. Yes.
Complete the series. Did you see? A. Fun to learn. A. Complete the series. Lily, bulb. Second one, mango, seed. Third one, hiptage, wind. The cabbage, winter. Rice, clay soil. ഇനി ഇതെന്താണെന്ന് വെച്ചാൽ നമ്മളോട് ഇവിടെ പറഞ്ഞ കംപ്ലീറ്റ് സീരീസ് തന്നെ ലില്ലിക്ക് ബൾബ് എന്ന് പറയുന്ന സാധനം ഉണ്ട്. ലില്ലി പ്ലാന്റ്, ഒണിയൻ ആൻഡ് ഓൾ. ഡു യു റിമെമ്പർ ദാറ്റ് വി സ്റ്റഡിഡ്? ഒണിയന് ബൾബ് എന്ന് പറയുന്ന സാധനം ഉണ്ട്, നമ്മൾ പഠിച്ചില്ലായിരുന്നോ? ഓക്കെ. മാംഗോയുടെ സീഡ്. ഹിപ്റ്റേജ് എങ്ങനെയാണ് ജെർമിനേഷൻ നടക്കുന്നത്, സോറി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സീഡ്സ് നടക്കുന്നത് ത്രൂ വിൻഡ്, കാറ്റിൽ പറന്നു പോയിട്ടാണ് അതിന്റെ distribution of seed നടക്കുന്നത്. Next, cabbage is growing in a winter season. Next, rice grows in a clay soil. Here a leaf ഏത് പ്ലാന്റിന്റെ ലീഫ് ആണ് നമ്മൾ നടുന്നത്? ഞാൻ നിങ്ങളെ ഒരു ഫോട്ടോ ഒക്കെ കാണിച്ചു തരാം. ഹന്ന is ready to answer. Please tell me, Hanna. Brophelium. Okay, brophelium. You can write the answer now. Spelling I will tell. Just listen. B R Y O P H Y L L U M. Brophelium. Miss, ഒന്നുകൂടി പറയുവോ? Only once more. B R Y O P H Y L L U M. Brophelium. Okay, what is the next question? Dash root. ഇല്ല, Brophelium. Okay. Next, root. റൂട്ടിനെ ഏത് നമ്മൾ നടുന്നത്? റൂട്ട്. Who will answer? Who will answer? Hanna is ready. Potato. Okay. Right, potato. P-O T-A-T-O. Potato. P-O-T-A-T-O. Potato. Or sweet potato you can write. Next, explosion. Explosion means what? Explore means പൊട്ടിത്തെറിക്കുക. Which one? ഏതിന്റെയാണ് explosion നടന്നിട്ട് seed distribution നടക്കുന്നത്? Okay, Angel is ready to answer. Angel, please tell. Okay, Angel, tell. Firstly. Balsam. Okay, B-A-L. Right, B-A-L-S-A-M. B-A-L-S-A-M. Shahbaz, did you write? Next question. What is the next question? Summer season il krishi endengilum parney. Brinjal. B-R-I-N-J-A-L. Brinjal. B-R-I-N-J-A-L. Brinjal. Next, black soil വളരുന്നത് cotton. C-O-T-T-O-N. So answers once again check. First one is Brophelium, second one is potato, third one is balsam, fourth one is brinjal, fifth one is cotton. Are you okay? Okay. Next, B. If you were a gardener, what would you plant in the soil to grow anew? Imagine that you are a gardener. And what you will plant then? Rose plant. What you will plant over rose plants? Stem. Okay, right. Stem. S-T-E-M. Stem. Your time is going up. It is going to finish our class. Okay, I will put it in the WhatsApp group. Okay, bye then.
Stem എഴുതിയോ? മിസ് ഇത് നോട്ടിൽ എഴുതണോ? Eh? Yes, yes. ഇത് നോട്ടിൽ എഴുതണോ? Yes, you have to write in your notebook. And no need that you write in your textbook itself. Study from there, okay? Questions I will put in a group. Okay, that you have to listen. This you, please don't unmute. Listen, this you write in your textbook itself. Mister, But you, who is that talking in between? Write in your notebook. Don't write. You can study from textbook, but the questions you have to write in your notebook. I will give the answers. Okay, rice plant. What you will plant? Rice.